മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ആവർത്തിച്ച നേതാക്കൾ. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങളാണ് അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അത് തമാശയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, പക്ഷേ ഇത് പ്രതിരോധത്തിലാക്കുന്നുണ്ട് യു ഡി എഫിനെ. കാരണം അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ആവർത്തിച്ചിങ്ങനെ വ്യക്തമാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മുനവർ അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ എങ്ങനെയാണ് ഇത് ഇനിയിപ്പോൾ ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുക? വീണ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാണക്കാട് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങന്മാരായിട്ടുള്ള ആളുകളൊന്നും ഇങ്ങനെ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യതയുണ്ട് മുസ്ലിം ലീഗിന് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി മുമ്പ് രംഗത്ത് വന്ന കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അടിക്കടി രംഗത്ത് വരുന്നത് സാദിഖ് അലി തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും പോലെയുള്ള പാണക്കാട് കുടുംബത്തിലെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ സംസ്ഥാന അധ്യക്ഷന്മാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് സാദിഖ് അലി തങ്ങൾ മലപ്പുറത്ത് യൂത്ത് ലീഗ് നടത്തിയ എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുണ്ട് എന്ന പ്രതികരണം ആദ്യമായി നടത്തുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആദ്യമായി നടത്തുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. മാത്രമല്ല, തന്റെ അടുത്തിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിയിട്ടാണ് കോൺഗ്രസിന് സമ്മതമെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ തന്നെയുണ്ട് എന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. അത് വലിയ ചർച്ചകൾക്ക് യു ഡി എഫിൽ വഴിവെച്ചിരുന്നു. പിന്നീട് 1-2 തവണ വി ഡി സതീശൻ അത്തരം ചോദ്യങ്ങളിൽ നിന്ന്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അത് സാദിഖ് അലി തങ്ങൾ തമാശ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് വി ഡി സതീശൻ നടത്തിയത്. പക്ഷേ ഇപ്പോൾ മുനവർ അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, വീണ്ടും ഇത്തരം ഒരു കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. മറ്റൊരു സ്വകാര്യ ചാനലിന് നൽകിയിട്ടുള്ള ചോദ്യത്തിനായിരുന്നു, അതിന്റെ മറുപടിക്കായിരുന്നു മുനവർ അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും അർഹതയുണ്ട് എന്നൊരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടക്കുന്നത്. കോൺഗ്രസും യു ഡി എഫും ഒക്കെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ ഈ ആവശ്യം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫിനെ അത് പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, എല്ലാ കാലത്തും യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇപ്പോൾ ഒരു അരഡസറോളം നേതാക്കളാണ് ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയിട്ട് കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ യു ഡി എഫിലെ പ്രബലമായിട്ടുള്ള ശക്തിയായിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തങ്ങൾക്കും യോഗ്യതയുണ്ട് എന്ന വാദവുമായി മുന്നോട്ടേക്ക് വരുമ്പോൾ അതും കൂടി പരിഗണിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും കോൺഗ്രസിന് സാധിക്കില്ല. മുന്നണിയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനമല്ലെങ്കിലും ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ കീ സ്ഥാനം എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ്, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ടേക്ക് വെച്ചേക്കാം. അതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ പരാമർശങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചർച്ച കൂടുതൽ സജീവമാക്കുകയും അത് മുസ്ലിം ലീഗിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമമൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. നേരത്തെ 5ാം മന്ത്രി സ്ഥാനമൊക്കെ വലിയ വിവാദമായത് നമുക്കറിയുന്നതാണ്. ആ രീതിയിൽ ഒരു വിലപേശൽ ശക്തിയായി കൂടി ഒരുപക്ഷെ മുസ്ലിം ലീഗ് മാറുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്ന യു ഡി എഫിനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. വീണ, യെസ്, ഓക്കെ, ശരി ഗോകുൽ.